മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ പാർട്ട് സ്റ്റാൻഡേർഡ് 4ന്റെ ഒന്നാമത്തെ പാർട്ട് വളരെ ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ കട്ട് ചെയ്യേണ്ടി വന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പൊ പാർട്ട് 2 എടുക്കുന്നത്. പാർട്ട് 2ഉം ലെങ്തി ആണ്, അതുകൊണ്ട് ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കുക. കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക്. ഇനി നമ്മൾക്ക് പഠിക്കുന്നത് മടങ്ങും മിച്ചവും എന്ന കോൺസെപ്റ്റ്, ആശയം, ടൈംസ് ആൻഡ് റിമൈൻഡർ. ഈ ആശയം, ഈ കോൺസെപ്റ്റ് ആണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നോക്കൂ, 20 = 5 × 4. ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. 10 × 2 എന്ന് എഴുതാട്ടോ. ഞാൻ 5നെ വെച്ചിട്ട് എഴുതിയോണ്ട് മാത്രം ഇങ്ങനെ എഴുതി. 20 = 5 × 4. ഓക്കെ, 21 എന്ത് കിട്ടും? 21 എന്ന് പറഞ്ഞാൽ എന്താ? 20ന്റെ പരം 1 അധികല്ലേ വരുന്നത്, അല്ലേ? 20 + 1 അല്ലേ 21. അപ്പൊ 20 എന്തായി? 5 × 4 ആയി. അപ്പൊ 21നെ എങ്ങനെ എഴുതാം? 5 × 4 20 ആണ്, അതിന്റെ കൂടെ 1ഉം കൂടെ കൂട്ടിയാൽ മതി. കറക്റ്റ് അല്ലേ? കാരണം 5 × 4 20 ആണ്. കറക്റ്റ്. 22നെ എങ്ങനെ എഴുതാം? 5 × 4 + 2, കാരണം 5 × 4 20 ആണ്. ഇത് നോക്ക്, ഇതാ 23 5 × 4 + 3. 24 5 × 4 + 4 എന്ന് എഴുതണ്ടേ? അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതാ നോക്കൂ കുട്ടികളെ, ശ്രദ്ധിക്കുക. 5 × 4 + 4 എന്നല്ല എഴുതേണ്ടത്. 5 × 4 + 4 എത്രയാന്ന് നമുക്കറിയാം. 5 4 1 4. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 4 എന്ന് എഴുതാലോ. 6 × 4 എന്ന് എഴുതാലോ. അപ്പൊ ഈ 24ന് 5 × എന്ന് എഴുതേണ്ട ആവശ്യമില്ല, 5 × എന്ന് എഴുതേണ്ട ആവശ്യം ഇല്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇവിടെ നോക്കുക, ഈ 5 × 4 എഴുതി, ഇവിടെ ഒന്നുമില്ലാത്ത നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഒരു 0 ഒട്ടും കൊടുക്കാം, കുഴപ്പമില്ലല്ലോ. 5 എന്ന് പറയുന്നതും ശ്രദ്ധിക്കുക, 5 എന്ന് പറയുന്നത് തന്നെയാണ് 5 + 0. 3 എന്ന് പറയുന്നത് തന്നെയാണ് 3 + 0. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പോ ഈ എക്സ്ട്രാ വരുന്ന ഒരു വാല് മാതിരി ഇവിടെ എക്സ്ട്രാ വരുന്നതില്ലേ, ഈ എക്സ്ട്രാ വരുന്ന ഈ വാലിനെയാണ് എന്ത് പറയാ? മലയാളത്തിൽ മിച്ചം, ഇംഗ്ലീഷില് റിമൈൻഡർ. മലയാളത്തിൽ മിച്ചെന്നും പറയും, പിന്നെ ശിഷ്ടം പറയും. ഓക്കെ, പഴയ നമ്മളെ പോലെ ആളുകൾ പഠിക്കുന്ന സമയത്തിന് ശിഷ്ടം എന്നാണ് പറയാ. ബാക്കി വരുന്നത് അല്ലെങ്കിൽ മിച്ചം വരുന്നത്, അതായത് നമ്മൾക്കറിയുന്ന മൾട്ടിപ്പിളും കഴിച്ചിട്ട് ബാക്കി വരുന്നത് എത്രയാണ്. അപ്പൊ ഈ 5 × 4 ആണ് 20. അപ്പൊ ഇവിടെ മിച്ചം ഇല്ല, ഇവിടെ എഴുതാൻ പറ്റുന്ന മിച്ചം ഇല്ലല്ലോ. 21 ആണെങ്കിൽ 1 മിച്ചമുണ്ട്. 22 ആണെങ്കിൽ എത്രയുണ്ട്? 2 ബാലൻസ് വന്നു, അല്ലെ? 23 ആണെങ്കിൽ 3 ബാലൻസ് വന്നു. 24 ആകുമ്പോ അതിനെ വേറൊരു നമ്പറിലേക്ക് മാറി. അപ്പൊ ബാലൻസ് എത്ര വരെ വരുന്നുള്ളൂ? ഈ 3 വരെ മാത്രമേ ബാലൻസ് വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? 0 വെച്ചിട്ട് കൊടുക്കാം. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ പഠിക്കുകയാണ്. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ, എന്ത് ചെയ്യാം? ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ അതിന്റെ റിമൈൻഡർ, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇത്. വലിയ പരീക്ഷക്കെല്ലാം പൊതു പരീക്ഷക്കെല്ലാം പിന്നീട് വരുന്നതാണ്. ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ മിച്ചം അല്ലെങ്കിൽ അതിന്റെ ശിഷ്ടം വരുന്നത് എന്തെല്ലാം വരാം? 0 മുതൽ 3 വരെയുള്ള നമ്പർ ഏതും വരാം. 1 2 3 ഇതിൽ ഏതും വരാം. 4 വരില്ല. കാരണം 4 വരില്ല എന്ന് പറയേണ്ട കാരണം അവസാനം 24 ഞാൻ എഴുതിയില്ലേ? 5 × 4 + 4 എന്നാണ് എഴുതാൻ പറ്റുക. 4 വരുമ്പോ 24 വരുമ്പോ എങ്ങനെയാണ് എഴുതാൻ പറ്റുക? 5 × 4 + 4 എന്നാണ്. അപ്പൊ ഇത് മിച്ചല്ല. കാരണം എന്താ? ഇതിന്റെ ഈ 5 4ന്റെ കൂടെ ഒരു 4ഉം കൂടെ കൂടി എത്രയായത്? 6 4 ആയി. അപ്പൊ പിന്നെ അവിടെ മിച്ചം ഇല്ല. 6 × 4 + 0 എന്ന് എഴുതാം 24ന്. ഓക്കെ, അപ്പൊ മിച്ചം വരുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ മിച്ചം വരുന്നത് മാക്സിമം 3 വരും. അത് 0 1 2 3 വരെ വരാം. 1ഉം വരാം, 2ഉം വരാം, 3ഉം വരാം, 0 വരെ. 0 വരെ അർത്ഥം റിമൈൻഡർ ഇല്ല. കൃത്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യിച്ചാൽ കിട്ടുന്ന വിലയാണെങ്കിൽ അവിടെ റിമൈൻഡർ മിച്ചം 0 ആയിരിക്കും. അതൊന്ന് ഓർമ്മിച്ചു വെക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഡിവൈഡഡ് ബൈ 5 ആവുമ്പോ നോക്ക്, 21നെ എങ്ങനെ എഴുതാം? 7 × 3. 22നെ എങ്ങനെ എഴുതാം? 7 × 3 + 1. കറക്റ്റ് അല്ലേ? 21 21 21 22. ഇത് എത്ര? 21. അതിന്റെ അപ്പുറം എത്ര എഴുതി? 2 എഴുതി. ഇനി 24നെ എഴുതേണ്ടത് അതിന് 8 × 3 എഴുതാലോ. അപ്പൊ റിമൈൻഡർ ഉണ്ടോ? ഇല്ല. അപ്പൊ 8 ഇവിടെ 8 ആയി, ഇടല് 7 ഉണ്ടായി. അപ്പൊ ഇത് ഇതിൽ പെടുന്നതല്ല.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ 1 റിമൈൻഡർ, ഇവിടെ 2 റിമൈൻഡർ. അപ്പൊ ഇവിടെ എത്ര എഴുതാം? ഒന്നുമില്ല 0. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 3 കൊണ്ടാണ് നമ്മൾക്ക് വരുന്നത് എങ്കിൽ എത്ര വരുന്നു? അതിന്റെ റിമൈൻഡർ എത്ര വരുന്നു? 0, 1, 2. പ്രിയപ്പെട്ട കുട്ടികളെ, 20 = 5 × 4 എന്ന് ഞാൻ എഴുതുന്നത് ഏത് എഴുതുന്നതിന് തുല്യമാണ്? നമ്മളുടെ ചാപ്റ്ററിൽ 20 ÷ 4 ആണ്. 23 5 × 4 + 3 എന്ന് എഴുതുമ്പോ 23 ÷ 4 നമ്മൾ എഴുതുന്നത്. ഇത് എഴുതുന്നത് 22 ÷ 4 എഴുതുന്നത്. അപ്പം 22നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? 5. അതിന്റെ 5 × 4 + 2. ഈ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുന്ന ഈ പറഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ പറയാ കോഷ്യന്റ്, ഹരണഫലം. അതായത് 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? 5 × 4 എന്ന് എഴുതിയിട്ടല്ലേ നമ്മൾ ഉത്തരം 5 എന്ന് കണ്ടുപിടിക്കുന്നത്, അല്ലെ? 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾ 5 എന്ന് എഴുതാനല്ലേ കാരണം എന്താ? 5 × 4 20 ആയതുകൊണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ 5നെയാണ് പറയാറുണ്ട് ഹരണഫലം അല്ലെങ്കിൽ കോഷ്യന്റ്. ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചിട്ടാണോ ആ ഉത്തരം കിട്ടുന്നത് അതാണ് കോഷ്യന്റ്. അപ്പൊ 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടിയാൽ 5 കോഷ്യന്റ്. അപ്പൊ 20 = 5 × 4 + 0 എന്ന് എഴുതുമ്പോൾ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ 5 കോഷ്യന്റ്, 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 4 കോഷ്യന്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ 21 5 × 4 + 1 എന്ന് എഴുതുമ്പോ 5 കോഷ്യന്റ് 1 ശിഷ്ടം. 22ന് 5 × 4 + 2 എന്ന് എഴുതുമ്പോ 5 കോഷ്യന്റ് 2 ശിഷ്ടം. ഓക്കെ, 2 മിച്ചം, റിമൈൻഡർ എന്നുള്ള ഐഡിയ വരുന്നു. ഇത് ഓർമ്മിച്ച് വെക്കണേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മാക്സിമം 0, 1, 2, 3 വരെ. 3 കൊണ്ടാണ് ഡിവൈഡ് ഇത് എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? എല്ലാം 3ന്റെ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആണല്ലോ ഇൻറ്റു എന്ന് വരിക. ഓക്കെ, അപ്പൊ 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ 0. കാരണം 21 = 7 × 3 + 0 ആണ്. 22നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ അതിനെ 7 × 3 + 1 എന്ന് എഴുതാം. അതുകൊണ്ട് റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. 23നെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? 7 × 3 = 21 കിട്ടും. അതിന്റെ പരം 2 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മാക്സിമം 2 വരെ, <1. 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 3 <1 എത്ര വരെ? 3 കുറക്കണം എത്ര? 2 വരെ. 7 മുതൽ തുടങ്ങണം, 0 മുതൽ തുടങ്ങണം. അപ്പൊ മാക്സിമം ഒരു നമ്പർ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കട്ടെ, ÷ 7 ഇതിന് കിട്ടാൻ പറ്റുന്ന മാക്സിമം റിമൈൻഡർ എത്രയായിരിക്കും? ഏതെങ്കിലും ഒരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, ഹരിക്കുകയാണ്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ അതിന് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ മിച്ചം, ഏറ്റവും ലാർജസ്റ്റ് റിമൈൻഡർ എത്രയായിരിക്കും? 6 ആയിരിക്കും മാക്സിമം കിട്ടുന്നത്. ഏറ്റവും ലീസ്റ്റ് ഏതായിരിക്കും? ലീസ്റ്റ് കിട്ടാൻ സാധ്യതയുള്ളത് 0 ആയിരിക്കും. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഈ എങ്ങനെയാണ് റിമൈൻഡർ വരുന്നത് മനസ്സിലായി. മൾട്ടിപ്പിളും കഴിച്ച് ബാക്കി വരുന്നതിനാണ് റിമൈൻഡർ എന്ന് പറയാം. ഒന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അതിന്റെ മൾട്ടിപ്പിൾ എഴുതുക, അപ്പൊ ബാക്കിയുള്ളത് റിമൈൻഡർ ആയിട്ട് വരും. ഓക്കെ, ഞാൻ വേറെ ഒന്നും കൂടെ പറഞ്ഞത്, ഇപ്പൊ 36 ÷ 5 ആണെന്ന് വിചാരിച്ചോ. ഇതിന്റെ റിമൈൻഡർ എത്ര വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതും 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 5 പ്ലസ് അല്ലെങ്കിൽ 5 × 6. ഓക്കെ, 5 × 6 സോറി 6 × 5 7 × 5. അപ്പൊ നമുക്ക് കിട്ടും 36 ÷ 5. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 5 + 1 അല്ലെങ്കിൽ 5 × 7 + 1. 5 × 7 + 1. ശ്രദ്ധിക്കുക, 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് കൊണ്ട് ഇവിടെ ഗുണിക്കുന്നുണ്ടോ അതിന്റെ മറ്റേതാണ് എന്ത് പറയാ? കോഷ്യന്റ്, ഹരണഫലം എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വരിക? 36 ÷ 5 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 5 × 7 + 1 എഴുതാം. അടയ്ക്കട്ടെ, 5 × ഈ നമ്പറിനെ ഇൻറ്റു എഴുതി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇതിനെ കൊണ്ടുണ്ടാവുമ്പോ ഇത് × 7 + 1. അപ്പൊ ഇതിനെ കൂടാണ്ട് ഇപ്പുറം കിട്ടുന്നതിനാണ് എന്ത് പറയാ? കോഷ്യന്റ്. ഈ അവസാനം വരുന്നതിന് എന്താണ് പറയാ? റിമൈൻഡർ, മിച്ചം എന്നുള്ള ഐഡിയ പറയും. എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഒരേ വിലയുള്ള 7 പേനയ്ക്ക് 98 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? Total price of 7 pens of equal rate is 98 rupees. What is the price of a pen? നമുക്ക് ടോട്ടൽ പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്, ആകെ വില തന്നിട്ടുണ്ട് 98, നമ്പർ ഓഫ് പെൻസ് തന്നിട്ടുണ്ട് 7 ആണ്, പേനയുടെ എണ്ണം 7 തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് 1 പെൻ, ഒരു പേനയുടെ വില കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ
ടോട്ടലിനെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ശ്രദ്ധിക്കണം, ടോട്ടലിനെയാണ് ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈച്ചിന്റെ ഓരോന്നിന്റെയും വില കിട്ടുക. അപ്പൊ ഒരു പേനയുടെ വില 98നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റെക്ടാങ്കിൾ വരച്ചു 98 നമുക്കറിയാം. അപ്പൊ 98 വലിയ നമ്പറാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 7 ഇവിടെ എഴുതണമെന്ന് അറിയാം, 7 എഴുതി. 7 എഴുതുമ്പോ 10 ഇവിടെ എഴുതാം, കാരണം 7 10 70 ആണ്. 70. അപ്പൊ ഇത് കുറച്ച് 28 കിട്ടി. 28 വരുമ്പോ നമുക്കറിയാം 7ന്റെ എത്ര മൾട്ടിപ്പിൾ ആണ് നമുക്കറിയാം. 7 4 ആണ് 28, അല്ലെങ്കിൽ 4 7 ആണ് 28 കിട്ടുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 4 7 28. ബാലൻസ് ഒന്നും ഇല്ല, കൃത്യമായിട്ടായി. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 14 കിട്ടും. അപ്പൊ ഒരു പേനയുടെ വില ഇവിടെ നിങ്ങൾ എഴുതി വെക്കുക 14. ഒരു പേനയുടെ വില 14 രൂപ എന്നുണ്ടാവും. റുപ്പീസ് എഴുതി വെച്ചാലും അതിന്റെ ആൻസർ ആയി. ശ്രദ്ധിക്കണം, ടോട്ടലിന് ഒരു പേനയുടെ ടോട്ടലിന്റെ നമ്പർ കൊണ്ട് ഗുണിച്ചാല് നമുക്ക് 1ന്റെ വില കിട്ടും. ഓർമ്മിക്കണേ. അതേപോലെ തന്നെ ടോട്ടലിന് 1ന്റെ വില കൊണ്ട് ഗുണിച്ചാല് എത്ര എണ്ണം ഉണ്ട്, ഹൗ മെനി നമ്പേഴ്സ്, അതും കൂടെ കിട്ടും. അപ്പൊ രണ്ടും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടോട്ടലിനെയാണ് ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും 168 രൂപ 8 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? If 168 rupees is shared equally among 8 persons, how much will each one get? എന്നാണ് ചോദ്യം. അതിന് നമുക്കിവിടെ ഞാൻ ഡാറ്റ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട് 168, ആകെ 168. നമ്പർ ഓഫ് പേഴ്സൺസ് എണ്ണം, നമ്പർ ഓഫ് പേഴ്സൺ എത്ര ആളുള്ളത് 8, ആൾ എണ്ണം 8. അപ്പൊ ഈച്ച് വൺ ഗെറ്റ്, ഒരാൾക്ക് കിട്ടുന്ന ഓരോരുത്തർക്കും കിട്ടുന്നതാണ് ചോദ്യം. അപ്പൊ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പൊ 168നെ 8 കൊണ്ട്, അതായത് ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 168 ഡിവൈഡഡ് ബൈ 8. ഓക്കെ. അപ്പൊ ഒരാൾക്ക് കിട്ടുന്ന കാണാൻ ഡിവൈഡ് ചെയ്യണതിന്റെ ഐഡിയ ഓർമ്മിച്ച് വെക്കണേ. അപ്പൊ 168നെ 8 കൊണ്ടായി. വലിയ നമ്പർ ആണ്. അപ്പൊ 10 എഴുതി. 8 10 80 കിട്ടി. കുറച്ചു 88. 8 10 80 നമുക്ക് കിട്ടി. ബാക്കി ബാലൻസ് 8 ഉണ്ട്. 8ല് 8 വരുമ്പോൾ 1 ആണ്. 188 നമുക്ക് 0 കിട്ടി. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 10 + 10 + 1 കൂട്ടിയാൽ 21 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇത് കുറച്ച് സ്റ്റെപ്പ് ചുരുക്കി എഴുതുന്ന കുട്ടിക്ക് എന്തറിയാം, കുട്ടിക്കറിയാം 168 ആണ്. 10 എഴുതുമ്പോൾ കുട്ടിക്ക് 80 ആണ് കിട്ടുക. കുട്ടി 20 എഴുതിയാൽ ആലോചിച്ച് നോക്കി. 20 എഴുതുമ്പോൾ കുട്ടിക്ക് 20 എഴുതുമ്പോൾ കുട്ടിക്ക് 160 ആണ് കിട്ടിയത്. അത് 168 കുറവാണ്. അപ്പൊ കുട്ടി അതിന് കുറച്ച് 8 കിട്ടി. 8ല് കുട്ടിക്കറിയാം 1 ആണ്. 1 × 8 0 ആയി. അപ്പൊ 20ഉം 1ഉം കൂട്ടിയിട്ട് എത്രയായി? 21. ഇതില് ഏത് മെത്തേഡും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ഉള്ളത് ആകെ ലൈബ്രറിയിലേക്ക് 1000 ക്വസ്റ്റ്യൻ കാണാം. ആകെ 1825 ടോട്ടൽ ഉണ്ട്, ബുക്സ് ഉണ്ട് 1825. ഈച്ച് ബണ്ടിൽ ഹാസ് 25 ബുക്സ്. ഓരോ ബണ്ടിലും ഓരോ കെട്ടിലും 25 പുസ്തകങ്ങൾ വീതമുണ്ട്. നമ്പർ ഓഫ് ബണ്ടിൽസ്, എത്ര ബണ്ടിലുകൾ ഉണ്ട്, എത്ര കെട്ടുകൾ ഉണ്ട് എന്ന ചോദ്യം. എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആകെ ഉള്ളതിന് ഒരു കെട്ടിലെ പുസ്തകങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടലിന് ബുക്സ് ഇൻ ഈച്ച് പാക്കിന് ഡിവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പോ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പ്രോബ്ലം മാത്രമല്ല, പൊതുവെ ഡിവിഷന്റെ പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. ടോട്ടൽ, ഈച്ച്, നമ്പർ. മലയാളത്തിൽ പറഞ്ഞാൽ ആകെ ഉണ്ടാവും, ഓരോ നിരത്തി ഉണ്ടാവും, എണ്ണം ഉണ്ടാവും. ഈ 3 ബന്ധപ്പെടുത്തിയിട്ടാണ് ചോദ്യം ഉണ്ടാവുക. അതിൽ 2 തരും നമുക്ക്. ഒന്നിക്കില് ആകെ തരും, ഓരോന്നിലും ഉള്ളതും തരും. അപ്പൊ എത്ര എണ്ണം ഉണ്ട് ചോദിക്കും. അപ്പൊ ആകെയെ ഓരോന്നിനത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ആകെ തരും, എണ്ണത്തിൽ പാക്കറ്റിന്റെ എണ്ണം തരും, കെട്ടുകളുടെ എണ്ണം തരും. ഓരോ കെട്ടിലും എത്ര ഉണ്ട് ചോദിക്കും. അപ്പൊ ഓരോന്നിലും എത്ര ഉണ്ട് ചോദിക്കും. അപ്പൊ ആകെ ഉള്ളതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇതിനെ കിട്ടും. ഇതിനെ കൊണ്ട് ഓരോന്നിലും ഡിവൈഡ് ചെയ്താൽ കെട്ടിന്റെ എണ്ണം കിട്ടും. ആകെ ഉള്ളതിനെ കെട്ടിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോന്നിലുള്ളത് കിട്ടും. ഇംഗ്ലീഷിൽ പറയണം ടോട്ടൽ ബുക്സ് ഇവിടെ ഉണ്ടാവും. ഈച്ച് പാക്കറ്റിൽ എത്രന്നുള്ളത് ഉണ്ടാവും. നമ്പർ ഓഫ് പാക്കറ്റ്സും ഉണ്ടാവും. അപ്പോഴ് ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടലിന് ഈച്ച് പാക്കറ്റിലെ ബുക്കിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് പാക്സ് കിട്ടും. ഇനി നമ്പർ ഓഫ് പാക്സ് ആണ് തരുന്നത്, പാക്കറ്റ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ ടോട്ടലിന് നമ്പർ ഓഫ് പാക്കറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈച്ച് പാക്കറ്റിലിട്ട് എണ്ണം കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ നിങ്ങൾക്ക് എപ്പോഴും തരും.
കെട്ടിന്റെ എണ്ണം തന്നാൽ കെട്ടിൽ എത്രയുണ്ട് പറയും. നമ്പർ ഓഫ് പാക്സ് തന്നാല് പാക്കറ്റിൽ എത്രയുണ്ട് ചോദിക്കും. ഓക്കെ, പാക്കറ്റിന്റെ എണ്ണം തന്നാല് ഈച്ച് പാക്കറ്റ് എത്രയുണ്ട് ചോദിക്കും. പാക്കറ്റിന്റെ എണ്ണമാണ് തരുന്നതെങ്കിൽ, കെട്ടുകളുടെ എണ്ണമാണ് തരുന്നതെങ്കിൽ ഈച്ച് പാക്കറ്റ്സിൽ എത്രയുണ്ട് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ടോട്ടലിനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് മനസ്സിലാക്കണം. അപ്പൊ 1825 25 കൊണ്ട് 1825 ഡിവൈഡ് ബൈ 25 നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാൻ അറിയാം. വലിയ നമ്പർ ആണ് ഇത്. അപ്പൊ 25 10 എഴുതി നോക്കിയാൽ 250 വരുള്ളൂ. അപ്പൊ കുട്ടി 20 എഴുതി നോക്കി, കുട്ടിക്ക് അപ്പൊ 500 കിട്ടി. അപ്പൊ 500 ഇതിനേക്കാൾ ഹൈ ചെറുതായതുകൊണ്ട് 500 ചെറുതായതുകൊണ്ട് കുട്ടി കുറച്ചു. വീണ്ടും കുട്ടി 20 എഴുതി, അത് കുറച്ചു. വീണ്ടും 20 എഴുതി, അതും കുറച്ചു. 325 കിട്ടി. അപ്പൊ പിന്നെ ഇനി 20 എഴുതാൻ പറ്റൂല. 20 എഴുതിയാൽ 500 വരൂലേ, 500 വരൂലേ. അപ്പൊ 20 എഴുതാൻ പറ്റില്ല. കുട്ടി 10 എഴുതി, 250 വന്നു. കുട്ടി കുറച്ചു, 75 കിട്ടി. 75 കിട്ടിയ കുട്ടിക്ക് അറിയാം 25ന്റെ 3 ടൈംസ് അല്ലെ, 3 മടങ്ങാണ്, 3 ടൈംസ് ആണ്. അപ്പൊ കുട്ടി 3 ഇവിടെ എഴുതി. കുട്ടിക്ക് എത്ര കിട്ടി? 75 കിട്ടി. ഇങ്ങനെ കിട്ടി. ഇത്രയും എഴുതുന്നതിന് പകരം കുട്ടിക്ക് വേണമെങ്കിൽ ഈ 2 20 കൂടെ ഒന്നിച്ചിട്ട് 40 എന്ന് പറഞ്ഞിട്ട് എഴുതാം. കാരണം 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ 100 അപ്പൊ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 ആണ്. അപ്പൊ 40 വെച്ചിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം ചെയ്യാം. ഇനി ഞാനിപ്പോ 40 20 10 ഈ 3 വെച്ചിട്ടാണ് ഇവിടെ ഞാൻ പ്രോബ്ലം ഇട്ടത്. ഇനി 20 10 കൂടെ ഒന്നിച്ചിട്ടും 13 എഴുതിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയും. വേണമെങ്കിൽ 20 ഇത് ഞാൻ സാധാരണ മോഡല് എന്താണ്, 10 10 20 ഏതിന്റെ ഞാനിവിടെ എഴുതിയത് 10ന്റെ എഴുതാം, 20 40 ഈ ലെവലിലാണ് ഞാനിപ്പോ ഇവിടെ ഡിവൈഡ് ചെയ്തത്. ഇത് അങ്ങനെ തന്നെ ഒന്നുമില്ല. വേണമെങ്കിൽ അറിയുന്ന കുട്ടിക്ക് ഇവിടെ എത്ര എഴുതിയ 50 ഇട്ടിട്ട് ചെയ്യാം, 60 ഇട്ടിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്റ്റെപ്പ് ചുരുക്കി ചെയ്യാം. ജനറലി എല്ലാവർക്കും വേണ്ടുന്ന രീതിയിലാണ് പറയുന്നത്. 10ന്റെ നോക്കുക, 10 വളരെ ചെറുതായി വരുന്നുണ്ടെങ്കിൽ 20ന്റെ നോക്കുക, 20ന്റെ നോക്കുക, ഇല്ലെങ്കിൽ 40ന്റെ നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടും നമുക്ക്. എത്ര കിട്ടി? നമുക്ക് ഇവിടെ എല്ലാം കൂടെ കൂട്ടി നോക്കി എത്ര കിട്ടി? ഞാൻ ആഡ് ചെയ്തിട്ടാ, ഇതെല്ലാം ആഡ് ചെയ്യാം. 20 40 60 70 73 കിട്ടും. ഇവിടെയാണെങ്കിൽ എത്ര കിട്ടും? 40 20 10 3 അത് നമുക്ക് എത്ര കിട്ടും? 73 കിട്ടും. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഡിവിഷൻ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പേജ് നമ്പർ 50, പേജ് 50ലെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് കാണാം. വാട്ട് ആർ ദ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 2? 2 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം ശിഷ്ടം 0 വരുന്ന സംഖ്യകൾ ഏതെല്ലാമാണ്? 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്നത് 0 വരുന്നത് 2 4 6 8. എന്തുകൊണ്ട്? 2ന് നമുക്ക് 2 × 1 എന്ന് എഴുതാം. 4ന് 2 × 2 ശിഷ്ടം 0 + 0 0. 6 നമുക്ക് 3 × 2 അല്ലെങ്കിൽ 2 × 3 എന്ന് എഴുതാം. അപ്പോഴും ശിഷ്ടം 0 കിട്ടും. അപ്പൊ 2 4 6 8 10 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 0 കൂടെ ചേർക്കാം. കാരണം 0ന് എങ്ങനെ എഴുതാം? 2 × 0 + 0 എന്നും കൂടെ എഴുതി ചേർക്കാം. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, എല്ലാ ഇരട്ട സംഖ്യകളും എന്താണ്? പിന്നെ അതിൽ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ കാണും. ചെറിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾ അറിയാം, ഇരട്ട സംഖ്യകളെല്ലാം ഈവൺ നമ്പേഴ്സ് വരുന്നതിനെല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. 0വിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എത്ര കിട്ടും? 0 തന്നെ കിട്ടും. അപ്പൊ ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ അത് ഓർമ്മിച്ചു വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഓർമ്മിക്കുക? ഈവൺ നമ്പറിന് എഴുതുക. പിന്നെ 0വിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയായിരിക്കും? 0 തന്നെ ആയിരിക്കും കിട്ടുക. നമ്പർ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഓക്കെ, ശരി. ഇനി റിമൈൻഡർ 1 കിട്ടുന്നത് ഏതെല്ലാമാണ്? അപ്പൊ അതിന്റെ ആൻസർ വരിക 1 3 5 7 9. എന്തുകൊണ്ട്? നോക്ക്, 3 നമുക്ക് എങ്ങനെ എഴുതാം? 3 = നമുക്ക് എത്ര കൊണ്ട്? 2 കൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ 3 = 2 × 1 + 1 എന്ന് എഴുതാം. 5നെ എങ്ങനെ എഴുതാം? 2 × 2 + 2 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് ഈ 2 × എന്ന് എഴുതുന്നത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ചോദ്യത്തിൽ ഉണ്ടായത് കൊണ്ടാണ് 2 × എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മുമ്പിൽ ഇവിടെ 1 എഴുതാം. 1നെ എങ്ങനെ എഴുതാം? 2 × 0 + 1 എന്ന് എഴുതാം. അപ്പോ 1 3 5 7 ഈ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ
1 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പൊ 1 വരുന്ന റിമൈൻഡർ 1 വരുന്ന നമ്പറുകളെ ഇത് റിമൈൻഡർ എത്ര വരുന്നത്? ഇത് റിമൈൻഡർ 0 വരുന്ന ശിഷ്ടം 0 വരുന്ന ഇതാണ് ഇത് 0, 2, 4, 6, 8, 10. ഇനി 0ത്തിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ 2, 4, 6, 8, 10 പഠിച്ചാൽ മതി. കാരണം 0 സംഖ്യയാണോ 0 അക്കമാണോ എന്ന തർക്കമൊക്കെ നിലവിലുണ്ട്. ഓക്കെ, അത് സംഖ്യയായിട്ട് പരിഗണിക്കാം. ചെറിയ ക്ലാസ്സുകളിൽ 0ത്തിന് സംഖ്യയായിട്ട് പരിഗണിക്കാറില്ല പൊതുവെ. കാരണം സംഖ്യ എന്ന് പറയുന്നത് എന്തിന്റെങ്കിലും അളവിനെയോ ഒരു ക്വാണ്ടിറ്റിയെയോ എണ്ണത്തെയോ ഒക്കെ സൂചിപ്പിക്കാനാണ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൺഫ്യൂഷൻ. ചില അധ്യാപകർ എന്തെന്ന് വെച്ചാല് 0 വെച്ചിട്ട് ആൻസർ പറയും, ചിലര് 0 വെക്കാതെയും പറയും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയാ ഈവൺ നമ്പേഴ്സ് ഇരട്ട നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ഓർമ്മിച്ചാൽ മതി. ഇനി 0 ആണ് അവർ പറഞ്ഞത്, 0നെയും കൂടെ കൂട്ടി പറയുന്നുണ്ടെങ്കിൽ പറയാം. 0ന് പറയാനുള്ള ലോജിക്ക് ഇതാണ് കുട്ടികളെ, ഇങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് 0ന് അങ്ങനെ പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മറ്റേതെന്തായി 1 വരുന്നത് ഓഡ് നമ്പർ. ഓക്കെ, 1 വരുന്നത് എന്താണ്? റിമൈൻഡർ 1 വരുന്നത് റിമൈൻഡർ 1 വരുന്നത് ഏത്? ശിഷ്ടം 1 വരുന്നത് ഒറ്റ സംഖ്യകൾ. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കുമല്ലോ. അപ്പൊ ആ ഒന്നാമത്തെ ചോദ്യം അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് എന്താ വെച്ചാൽ 3 കൊണ്ട് വാട്ട് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ 3? റൈറ്റ് ദ പാറ്റേൺസ് ഓഫ് നമ്പേഴ്സ് ലീവിംഗ് ദ സെയിം റിമൈൻഡർ ഫോർ ഈച്ച് ഓഫ് ദീസ്. അതായത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഏതൊക്കെ ശിഷ്ടം വരാം ക്ലാസ്സിൽ ഞാനത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മാക്സിമം റിമൈൻഡർ വരുന്നത് 2 ആണ്. അപ്പോൾ റിമൈൻഡേഴ്സ് ഏതൊക്കെ വരാം? 0, 1, 2. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ മിച്ചം എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്, ശിഷ്ടാണ്. 0, 1, 2 വരെ വരാം. ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. 4 കൊണ്ടാണെങ്കിൽ 0, 1, 2, 3 വരെ വരാം. ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ വീഡിയോയിൽ, തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ. ഇനി ശിഷ്ടം 0 റിമൈൻഡർ 0 വരുന്ന സമയത്തുള്ള സീക്വൻസ് ശ്രേണി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, 0 എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരും. നിങ്ങൾ ആദ്യം അറിയേണ്ടത് 3 കൊണ്ടുള്ള റിമൈൻഡർ വരുന്നതിന്റെ ശ്രേണി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ 3, 6, 9, 12 മുതൽ നിങ്ങൾ അങ്ങ് എഴുതി പോവുക. 3, 6, 9, 12 3ന്റെ മൾട്ടിപ്പിൾ എഴുതി പോവുക. മൾട്ടിപ്പിൾ ഓഫ് 3 നിങ്ങൾ കൺഫ്യൂഷൻ ഒഴിവാക്കണേ. മൾട്ടിപ്പിൾ ഓഫ് 3 അതായത് 3ന്റെ ഗുണിതം, 3ന്റെ ഗുണിതങ്ങൾ എഴുതി പോയാൽ മതി. അപ്പൊ അവിടെയൊക്കെ റിമൈൻഡർ 0 ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ ഈ 0നെയും കൂടെ അതിൽ ഉൾപ്പെടുത്താന്ന് മാത്രം. ഓക്കെ, ഇതിന് തർക്കിക്കാനൊന്നും പോകേണ്ടതില്ല. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ എല്ലാം എന്താണ്? ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 തരുന്നതാണെന്ന് ഓർമ്മിച്ചാൽ മതി. പിന്നെ കഴിയുമെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് 0 ഈക്വൽ ടു 3 × 0 + 0 എന്ന് എഴുതാറ്. അങ്ങനെ വരുമ്പോൾ 0യും കൂടെ കൂട്ടി പറയാമെന്നേ ഉള്ളൂ. ഓക്കെ, ശരി. റിമൈൻഡർ 1 വരുന്നത് നിങ്ങൾ ഓർമ്മിക്കുക പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഇവിടെ കിട്ടിയിട്ട് നമ്പർ ഉണ്ടാവുമല്ലോ, ഈ നമ്പറിന്റെ കൂടെ എല്ലാം ഓരോന്ന് കൂട്ടി എഴുതിയാല് എന്തായി? റിമൈൻഡർ 1 കിട്ടുന്ന നമ്പറായി. ഓക്കെ, ശിഷ്ടം 1 കിട്ടുന്ന നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം എഴുതിയ നമ്പർ 0ന്റെ പേര് 1 കൂട്ടിയ 1, 3ന്റെ പേര് 1 കൂട്ടിയ 4, 6ന്റെ പേര് 1 കൂട്ടിയ 7, 9ന്റെ പേര് 1 കൂട്ടിയ 10, 12ന്റെ പേര് 1 കൂട്ടിയ 13. അപ്പൊ മൾട്ടിപ്പിൾ എഴുതിയിട്ട് മുമ്പിൽ 0 എഴുതി ചേർത്താൽ ഒന്നാമത്തെ ഏരിയയായി. പിന്നെ അതിന്റെ പേരിൽ 1 കൂട്ടിയാൽ റിമൈൻഡർ 1 വരുന്നതായി. റിമൈൻഡർ 2 വരുമ്പോഴോ ഈ എഴുതിയതിന്റെ കൂടെ എല്ലാം 2 കൂട്ടിയിട്ട് എഴുതിയാൽ എന്തായി? നോക്ക്, അതിന്റെ കൂടെ 2 കൂട്ടിയിട്ട് എഴുതിയാൽ 2 വരുന്ന സീക്വൻസും ആയി കഴിയും. ഓക്കെ.